അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിവാദമായിരുന്ന സോളിഡാരിറ്റിയുടെയും SIOയുടെയും ആഭിമുഖ്യത്തിൽ നടത്തിയ എയർപോർട്ട് മാർച്ചിന് ശേഷം വീണ്ടും ലോക ഭീകരവാദി സംഘടനയായ ബ്രദർഹുഡിൻ്റെ നേതാക്കളുടെ ഫോട്ടോ SIOയുടെ പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിയെ തന്നെ മറികടന്നുകൊണ്ട് അവരുടെ മാതൃസംഘടനയായ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് പോലും അംഗീകരിക്കാതെ SIO ഇത്തരം വിപ്ലവ നേതാക്കളുടെ ഫോട്ടോകളുമായി, വിവാദ നേതാക്കളുടെ, ഭീകരവാദ സംഘടനയുടെ നേതൃത്വം വഹിച്ച നേതാക്കളുടെ ഫോട്ടോയുമായി വീണ്ടും തെരുവിലേക്ക് വരികയാണ്. ഇവിടെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവർ ഉണ്ടാക്കിയ പുകിൽ യഥാർത്ഥത്തിൽ അത് വളമായി മാറിയത് സംഘപരിവാർ ശക്തികൾക്കാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. ഹസനുൽ ബന്നയുടെയും സയ്യിദ് കുത്തുബിൻ്റെയും ഫോട്ടോകൾ വലുതായി പ്രസിദ്ധീകരിച്ച് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു എയർപോർട്ട് മാർച്ച് നടത്തിയിരുന്നത്. അതായത് ലോകത്ത് യുവാക്കളെ വിപ്ലവത്തിലേക്ക് നയിക്കുകയും ഇസ്ലാം എന്ന മഹിതമായ ആദർശ സംഹിതയെ മാറ്റിമറിച്ചുകൊണ്ട് അതൊരു രാഷ്ട്രീയ പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ അതിനുള്ള വിപ്ലവത്തിലേക്ക് നയിക്കുകയും അങ്ങനെ ഇവിടെ ഒരിക്കലും ഇസ്ലാമല്ലാതെ മറ്റൊരു രാഷ്ട്രീയം പാടില്ല എന്നും ഇവിടെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളായ ജനാധിപത്യ രീതികളോട്, ഡെമോക്രസിയോട് ഒരിക്കലും രാജിയാവാൻ സാധിക്കില്ല ഒരു യഥാർത്ഥ മുസ്ലിമിന്. അവന് കീഴ്പ്പെടാനും കീഴൊതുങ്ങാനും അള്ളാഹുവിൻ്റെ ഹുക്കൂമത്തിന് മാത്രമേ സാധിക്കൂ, അതിന് മാത്രമേ പറ്റൂ, അതിന് മാത്രമേ കീഴൊതുങ്ങാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. അതേപോലെ തന്നെ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ മാതൃസംഘടന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ എന്ന് വിശേഷിക്കപ്പെടാവുന്ന ഒരു സംഘടനയായിരുന്നു ബ്രദർഹുഡ്, അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന ബ്രദർഹുഡ്. ഈ ബ്രദർഹുഡിൻ്റെ നേതാക്കൾ യുവാക്കളെ വിപ്ലവത്തിലേക്ക് ഇളക്കിവിടുകയും രാജ്യത്തിനെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ കൊലക്കയറിലേറിയ നേതാക്കൾ അടക്കമുള്ള, സയ്യിദ് കുത്തുബ് അടക്കമുള്ള നേതാക്കളുടെ ഫോട്ടോയുമായി വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുകയാണ് SIO. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ വളരെ തന്ത്രപരമായിട്ട്, ജമാഅത്തെ ഇസ്ലാമി വളരെ തന്ത്രപരമായിട്ട് സമുദായത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറുന്നതിനെ അവർ സ്വീകരിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ് അവരുടെ ഐഡിയോളജി മറച്ചു വെക്കുക എന്നുള്ളത്. യഥാർത്ഥ ഐഡിയോളജി, ജമാഅത്തെ ഇസ്ലാമിയുടെ യഥാർത്ഥ ഐഡിയോളജി എന്ന് പറയുന്നത് അത് ബ്രദർഹുഡിൻ്റെ ആശയമാണ്. ആ ബ്രദർഹുഡിൻ്റെ ആശയം മറച്ചു വെച്ചുകൊണ്ട് സമീപകാലത്ത് നമുക്കറിയാം കേരളത്തിലെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ പരസ്യമായി മൗലാന മൗദൂദി എന്നവർ വിശേഷിപ്പിക്കുന്ന അവരുടെ പുണ്യാളനായ, അവരുടെ സ്ഥാപക നേതാവായ മൗദൂദിയെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുകയുണ്ടായി, അഭിമുഖം കൊടുക്കുകയുണ്ടായി. എന്താണ് അതിൻ്റെ പിന്നിലുള്ള അവരുടെ താല്പര്യം എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അവരുടെ ഐഡിയോളജി മറച്ചു വെച്ചുകൊണ്ട് സമുദായത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറുക എന്നതാണ്. എന്നിട്ട് അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുക എന്നതാണ്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ, അവരുടെ മാതൃസംഘടനയായ ജമാഅത്തെ ഇസ്ലാമി വളരെ ചുളിവിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ ഒരിക്കലും ഞങ്ങളുടെ ഐഡിയോളജി മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനത്തെ ആശയപ്രചരണത്തിന്, ഒളിച്ചുള്ള ആശയപ്രചരണത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് SIO ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ യഥാർത്ഥ ഐഡിയോളജിയുടെ സ്ഥാപകരായ സയ്യിദ് കുത്തുബിനെയും ഹസനുൽ ബന്നയെയും അതുപോലെ തന്നെ മൗദൂദിയെയും ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട്, അത് ഫ്ലക്സ് അടിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഇവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ എയർപോർട്ട് മാർച്ചിൽ, വിവാദമായ എയർപോർട്ട് മാർച്ചിൽ ഇവർ ഉയർത്തി കാണിച്ച ആ ഹസനുൽ ബന്നയുടെയും സയ്യിദ് കുത്തുബിൻ്റെയും ഒക്കെ ഫോട്ടോ എത്രത്തോളം വിവാദമുണ്ടാക്കി എന്നും എത്രത്തോളം അതൊക്കെ BJP RSS ശക്തികൾ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നും പത്രമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ BJP ഇവിടെ കടന്നു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ പ്രചരണ ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ, തീവ്രവാദ സംഘടനകളെയാണ്. അവർക്ക് അടിക്കാനുള്ള നല്ല വടിയാണ് ഇപ്പോൾ SIO എറിഞ്ഞു കൊടുക്കുന്നത്. കാരണം ഇവർ ഈ ചരിത്രത്തിൽ പഠിച്ചാൽ തന്നെ മനസ്സിലാകും എന്തായിരുന്നു ഹസനുൽ ബന്നയുടെ ചരിത്രമെന്ന്, എന്താണ് മൗദൂദിയുടെ ആശയങ്ങളെന്ന്, എന്താണ് സയ്യിദ് കുത്തുബിൻ്റെ ആശയങ്ങളെന്ന്. ഇപ്പോൾ മന്ത്രിയായ KM ഷാജി തന്നെ വളരെ തുറന്നടിച്ചുകൊണ്ട് പ്രസംഗിച്ച ഒരു കാര്യമാണ്. ഇത് നമ്മൾ മാത്രം ആദ്യമായിട്ട് പറയുന്ന കാര്യമല്ല. ഇത് വളരെ വ്യക്തമായിട്ട് ലീഗിൻ്റെ നേതാക്കൾ തന്നെ വളരെ വ്യക്തമായിട്ട് പ്രസംഗിച്ച, അതിനുവേണ്ടി പുസ്തകമെഴുതി ജനങ്ങളെ പരിചയപ്പെടുത്തിയിരുന്ന ഒരു വിഷയമാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ BJP പോലുള്ള വർഗീയ ശക്തികൾ കടന്നു വരുമ്പോൾ ഇത്തരം ആളുകളെ നമ്മൾ മൂടി പുതച്ച് അതിനെ കൊണ്ടുപോകുന്നത് ഒരിക്കലും കരണീയമല്ല. തുറന്നു പറയുക തന്നെ ചെയ്യണം. ഇത്തരം ശക്തികളാണ് ഇവിടെ വർഗീയവാദികൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് എന്ന് അതിൻ്റെ പേരിൽ ഇസ്ലാം എന്നുള്ള ഒരു പേരുണ്ടായതുകൊണ്ട് നമ്മളത് മൂടി വെക്കാനോ അവർ മുസ്ലിങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവരെ ന്യായീകരിക്കാനോ ഒരിക്കലും പോകാൻ പാടില്ല. ഇവിടെ ഇടതും വലതുമായ രാഷ്ട്രീയ സംവിധാനങ്ങൾ അതൊരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലേക്ക് BJP പോലുള്ള വർഗീയ ശക്തികൾ കടന്നു വരാത്തത് എന്ന് കൃത്യമായിട്ട് ഇവിടെ നിരീക്ഷിക്കുന്നവർക്കറിയാൻ സാധിക്കും. ഇടതും വലതും അതിന് ക്രിയാത്മകമായിരിക്കുന്ന പങ്ക് വഹിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ കാലം വരെ അതിൽ കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയവരാണ്. ആ ആദർശത്തിൽ അടിയുറച്ചു നിന്നവരാണ്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിൽ നിന്ന്, ഈ ആശയങ്ങളിൽ നിന്ന്, ആദർശങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നു? അപ്പോൾ ഇത്തരം ശക്തികൾക്കെതിരെ പ്രതികരിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇവർ വളർത്താൻ പോകുന്നത് ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിയുമല്ല. ഇതിലൂടെ വളരാൻ പോകുന്നത് ഇവിടെ ശക്തമായ വലത് തീവ്രവാദമായിരിക്കും, വർഗീയവാദമായിരിക്കും. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, പ്രധാനമന്ത്രി മോഡി പറയുന്നത് നമ്മൾ കേട്ടു. ബംഗാളിൽ എന്തായിരുന്നു അവസ്ഥ? 3 സീറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചതുപോലെ കേരളത്തെ ചൂണ്ടിക്കൊണ്ടാണ് അയാൾ ചോദിച്ചത്. അതായത് 3 സീറ്റിലേക്ക് കയറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചിത വർഷത്തിനുള്ളിൽ BJP കേരളം ഭരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു അവസ്ഥയിലേക്ക് ആരെല്ലാം ആണ് ഏണി വെച്ച് കൊടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.